നമസ്കാരം മാന്യ പ്രേക്ഷകരെ, വലിയ സ്നേഹ നമസ്കാരം. നോക്കൂ, മന്തിപ്പരസ്യത്തിൽ മന്തിച്ചോറും പിന്നെ ചിക്കൻ പൊരിച്ചതിന്റെ മുമ്പിലും ഭഗവാൻ കണ്ണനെ വെച്ചുകൊണ്ട് ഹിന്ദുക്കളെ അതല്ലെങ്കിൽ വിശ്വാസി സമൂഹത്തെ ഹിന്ദുവിന്റെ ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും ദേവസങ്കല്പങ്ങളെയും ഒക്കെ അപമാനിച്ച അവനെ ജയിലിൽ അടച്ചു, അറസ്റ്റ് ചെയ്തു എന്നൊക്കെ പറഞ്ഞ് വലിയ ആഹ്ലാദം ആഘോഷ പോസ്റ്റുകളൊക്കെ ഞാൻ കണ്ടു. വിഡ്ഢിത്തം പറയരുത് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. കാരണം നമ്മൾ കൃത്യമായിട്ട് ഇത്തരത്തിലുള്ള ഒരുപാട് കേസുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് സഞ്ചരിക്കുന്നത് കൊണ്ട് തന്നെ എന്താണ് ഇവനെതിരെ ചേർത്തിയിരിക്കുന്ന കേസ് എന്നുള്ളത് നിങ്ങൾ ആദ്യം അറിയുക. BNS 192 ആണ് അവനെതിരെ ചാർത്തിയിട്ടുള്ളത്. അതായത് അറിഞ്ഞുകൊണ്ട് മനഃപൂർവ്വം കലാപാന്തരീക്ഷം സൃഷ്ടിക്കുക, അതിനുവേണ്ടി പ്രവർത്തിച്ചു എന്നുള്ള രീതിയിലാണ്. പക്ഷെ ഒന്നറിയുക, ഇത് സ്റ്റേഷനിൽ നിന്ന് ഏതെങ്കിലും രണ്ട് മന്ദന്മാരും കൊണ്ടുപോയി കഴിഞ്ഞാൽ കിട്ടുന്ന ജാമ്യം എടുത്ത് പോരാവുന്ന വളരെ ലളിതമായിട്ടുള്ള വകുപ്പാണ്. നോക്കൂ, മതനിന്ദ എന്ന് നമ്മൾ എപ്പോഴും കേൾക്കാറില്ലേ? അത്തരത്തിൽ മതനിന്ദക്കെതിരെ ഹിന്ദുക്കളോ ക്രിസ്ത്യാനികളോ ആയിരുന്നെങ്കിൽ ഇവിടുത്തെ കേരള പോലീസ് ചാർത്തുന്ന നിയമം ഏതെന്നറിയാമോ? 153A എന്നുള്ളത്, മതനിന്ദക്കെതിരെയുള്ളത്. അതിൽ വെറും 153 ആണെങ്കിൽ ജാമ്യം കിട്ടുന്നതാണ് സ്റ്റേഷനിൽ നിന്ന് തന്നെ. പക്ഷെ 153A എന്ന് ചാർത്തിക്കൊണ്ടാണ് ഇവിടുത്തെ ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും മതനിന്ദ എന്ന പേരിൽ നമ്മന്റെ സുഡാപ്പികൾക്ക് വേണ്ടി ഇവിടുത്തെ സർക്കാർ, കേരള പോലീസ് നിയമം നടപ്പിലാക്കാറ്. പക്ഷെ ഹിന്ദുവിന്റെ ഭഗവത് സങ്കല്പങ്ങളെ അപമാനിച്ച ഭഗവാൻ കണ്ണനെ മന്തി റൈസിനും ചിക്കൻ പീസും നുണഞ്ഞിരിക്കുന്ന രീതിയിൽ ചിത്രീകരിച്ച അവനെതിരെ വെറും സ്റ്റേഷൻ ജാമ്യം കിട്ടുന്ന 192 BNS മാത്രമേ ചാർത്തിയിട്ടുള്ളൂ. അവൻ ഏതെങ്കിലും ആധാർ കാർഡുള്ള അതല്ലെങ്കിൽ ID കാർഡുള്ള ഏതെങ്കിലും രണ്ടുപേരെയും കൊണ്ട് സ്റ്റേഷനിൽ ചെന്ന് ജാമ്യം എടുത്തപ്പോൾ വീട്ടിൽ പോയി സുഖമായിട്ട് AC ഇട്ട് കിടന്നുറങ്ങുന്നുണ്ട്. ഇനി ഇവനുള്ള ശിക്ഷ എന്തെന്നറിയാമോ? 1 വർഷമോ അല്ലെങ്കിൽ ഓർ എന്ന് പറഞ്ഞിട്ടാണ് കൊടുത്തിട്ടുള്ളത്. 1 വർഷമോ അല്ലെങ്കിൽ ഫൈന് എന്നാ പറഞ്ഞിട്ടുള്ളത്. നോക്കൂ, അല്ലെങ്കിൽ എന്നതിന് സ്ഥാനത്ത് ആൻഡ് 1 വർഷവും ഫൈനും എന്നുള്ള അർത്ഥത്തിൽ 1 year ഇംപ്രിസൺമെന്റ് ആൻഡ് ഫൈൻ എന്നായിരുന്നെങ്കിൽ അവൻ 1 വർഷം ശിക്ഷ കിട്ടുന്ന ജാമ്യമില്ലാത്ത കേസ് തന്നെയായിരുന്നു. പക്ഷെ ഇത് ജാമ്യം കിട്ടുന്ന, സ്റ്റേഷൻ ജാമ്യം കിട്ടിയിട്ടുള്ള വെറും 3000-ഓ 4000-ഓ ഫൈൻ അടച്ചുകൊണ്ട് ഒരു വക്കീലിനെ മാത്രം വെച്ചുകൊണ്ട് ഇയാൾ നേരിട്ട് കോടതിയിൽ ഹാജരാവുക കൂടി വേണ്ട. കാരണം ഇത്തരത്തിലുള്ള ഒരുപാട് കേസുകൾ ഞാൻ ഫൈൻ അടച്ചിട്ടുണ്ട് ഈ 153 മാത്രം വരുന്നതിന്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇത് കണ്ണിൽ പൊടിയിടലാണ്, ഹിന്ദുക്കളെ പറ്റിക്കലാണ്. ഒരു നിമിഷമെങ്കിലും അവനെ റിമാൻഡ് ചെയ്യിപ്പിക്കാൻ പറ്റാത്ത ഇവിടുത്തെ ഹിന്ദു സംഘടനകൾ, ഹിന്ദു നേതാക്കന്മാരാണ് ഇതിന് ഉത്തരം പറയേണ്ടത്. കാരണം കൃത്യമായിട്ട് വകുപ്പിട്ടുകൊണ്ട് ഇവനെ കൃത്യമായിട്ട് ജാമ്യമില്ല വകുപ്പ് പ്രകാരം അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കൃത്യമായിട്ടുള്ള വകുപ്പുകളോടുകൂടിയുള്ള FIR ഇടിയിക്കാൻ ഇവിടുത്തെ ഹിന്ദു സംഘടനകൾക്കും നേതാക്കന്മാർക്കും പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ പോയി തൂങ്ങിച്ചത്തൂടെ നിങ്ങൾക്കൊക്കെ. ഇനിയും ഹിന്ദുവിന്റെ കണ്ണിൽ പൊടിയിടാതെ എന്ന് മാത്രമേ പറയാനുള്ളൂ. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്, ജയ് ശ്രീറാം.